പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ നമ്മൾ പലരും തന്നെ ട്രൈ ചെയ്യാത്ത 3 ട്രിക്കുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനായി മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുമില്ല. സോ ഈ ട്രിക്കുകളെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറേ ആളുകൾക്ക് ഒരുമിച്ച് വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതായി വരുമ്പോൾ നമ്മൾ സാധാരണയായി മെസ്സേജ് സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യാറാണ് പതിവ്. പക്ഷേ 5 കോൺടാക്റ്റുകൾക്ക് മാത്രമേ അറ്റ് എ ടൈം മെസ്സേജ് അയക്കാൻ പറ്റൂ. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ കുറേ ആളുകൾക്ക് പേഴ്സണലായി ഒരുമിച്ച് എങ്ങനെ മെസ്സേജ് ചെയ്യാം എന്നാണ് ആദ്യത്തെ ട്രിക്കിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വാട്സപ്പിൽ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ആഡ് ചെയ്യേണ്ട കോൺടാക്റ്റുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ 256 കോൺടാക്റ്റ് വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ആവുകയും ചെയ്യും. സോ ഇതിൽ മെസ്സേജ് അയക്കുമ്പോൾ സെലക്ട് ചെയ്ത കോൺടാക്റ്റുകൾക്കെല്ലാം അതൊരു പേഴ്സണൽ മെസ്സേജ് ആയിട്ടാവും കിട്ടുക. കുറേ ആളുകൾക്ക് ഒരുമിച്ച് ഒരേ മെസ്സേജ് പേഴ്സണലായി അയക്കണമെങ്കിൽ ഈ ട്രിക്ക് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. വാട്സപ്പിൽ കോൺടാക്റ്റുകൾ പിൻ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അതിൻ്റെ യൂസ് എന്താണെന്ന് പലർക്കും അറിയില്ല. വാട്സപ്പിൽ നമുക്ക് പലപ്പോഴും ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് വരാറുണ്ട്. പക്ഷേ കുറേ മെസ്സേജുകൾ ഒരുമിച്ച് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺടാക്റ്റിൽ നിന്നുള്ള ആ മെസ്സേജ് നമുക്ക് മിസ്സായെന്ന് വരാം. സോ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കോൺടാക്റ്റിനെ വാട്സപ്പിൽ പിൻ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ആ ഇമ്പോർട്ടൻറ്റ് കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ ഈ ടോപ്പ് സൈഡിലുള്ള പിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം മെസ്സേജുകൾ വന്നാലും പിൻ ചെയ്ത കോൺടാക്റ്റ് ആവും എപ്പോഴും ടോപ്പ് ചാറ്റായി വിസിബിൾ ആവുക. 3 കോൺടാക്റ്റുകൾ വരെ ഇതുപോലെ നമുക്ക് വാട്സപ്പിൽ പിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ എങ്ങനെ മെസ്സേജുകൾ ബുക്ക് മാർക്ക് ചെയ്യാം എന്നാണ് 3ാമത്തെ ട്രിക്കിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ ഇത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടാവും. സോ വാട്സപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മെസ്സേജസ് സെലക്ട് ചെയ്യുക. ദെൻ ഈ ടോപ്പ് സൈഡിലുള്ള സ്റ്റാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് യൂഷ്വലി ലെങ്തി ആയ മെസ്സേജുകൾക്കാവും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇനി ഈ സ്റ്റാർഡ് മെസ്സേജസ് വായിക്കാനായി ഹോം സ്ക്രീനിലെ 3 ഡോട്ട്സിൽ നിന്ന് സ്റ്റാർഡ് മെസ്സേജസ് സെലക്ട് ചെയ്യുക. സോ ഇങ്ങനെയാണ് വാട്സപ്പിൽ മെസ്സേജസ് ബുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഷെയർ ചെയ്ത വാട്സപ്പ് ട്രിക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിക്ക് ഏതാണെന്നും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിംഗ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ്.